വാഷി ടേപ്സ് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളായിരുന്നു. ഒരു ബുക്കിൻ്റെ ഫോം ബോർഡ് പോലത്തെ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്കിഷ്ടമുള്ള പ്രിൻ്റ് പേപ്പറിൽ ഒരു സൈസിൽ വരച്ച് സ്റ്റിക്ക് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് ആ ഫോം ബോർഡിൽ റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ അത് ഇതാക്കി വെക്കാൻ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പോർഷനിൽ നിന്ന് ഫോം ബോർഡ് വെച്ച് ഞാൻ ചെയ്തിരിക്കുന്ന പോർഷനിൽ നിന്ന് എടുത്താൽ മതി. നെക്സ്റ്റ് പ്രിൻ്റഡ് ഷീറ്റ്സ് ആണ്. ഞാൻ ഒരു പേജ് ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം 2 പ്രിൻ്റഡ് ഷീറ്റ്സ് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് എനിക്ക് ഒരു മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു പ്രിൻ്റാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പേപ്പർ എടുക്കുക, നമുക്കിഷ്ടമുള്ള ഒരു പ്രിൻ്റ് വരച്ചു കൊടുക്കുക, ദാറ്റ്സ് ഓൾ. സ്റ്റാമ്പ്സ് ആണ് എവിടെയോ എന്തോ ഒന്ന് കുളമായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ അതൊരു ഷോർട്ട് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം അത് ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. നെക്സ്റ്റ് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഹാർട്ട് ഷേപ്ഡ് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കിയത്. അത് വന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ സ്റ്റിക്കർ പതുക്കെ ഒന്ന് ഇളക്കുക, അതിൻ്റെ ബാക്കിൽ കുറച്ച് എന്തായാലും ഒരു ഗ്ലൂ വെച്ചാണ് നമ്മളത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ കുറച്ച് ഡ്രോപ്പ് ഓഫ് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി. അറ്റ് ദി ലാസ്റ്റ് ക്വാഡ് ലേബിൾസ്. ഞാൻ കുറച്ച് ക്വാഡ് ലേബിൾസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഗൂഗിളിലോ ChatGPTയോ മെറ്റയോ അങ്ങനെ ആരെടുത്ത് വേണമെങ്കിലും ചോദിച്ചാൽ നല്ല നല്ല ക്വാഡ്സ് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ കുറച്ച് 2-3 ക്വാഡ് ലേബിൾസ് ചെയ്തിട്ടുള്ളൂ. താങ്ക് യു.